പിണറായി സർക്കാരിന്റെ തുടർച്ച പ്രതീക്ഷിക്കുന്ന മഹാസാഗരത്തിന് നടുവിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ADMന്റെ വാഹനത്തിൽ പ്രവേശകമാണ് പ്രതികൾ. എല്ലാവരും ആ വഴി കൃത്യമായി നൽകുക. ബാക്കിയെല്ലാവരും സ്റ്റേജിൽ നിന്ന് ഇറങ്ങണമെന്ന് അറിയിക്കുന്നു. സൗണ്ട് ചെക്ക് ചെയ്തിട്ടില്ല. അപ്പം എനിക്കൊരു 2 മിനിറ്റ് സൗണ്ട് ചെക്ക് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് തരണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, വളരെ കുറച്ച് സുരക്ഷാ സംവിധാനങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആവേശവും സ്നേഹവും എനിക്ക് മനസ്സിലാവും. അപകടങ്ങളൊന്നും വരുത്താതെ നോക്കണം. ഓക്കെ, ഒരു 2 മിനിറ്റ് തരണം എനിക്ക്. നിങ്ങളെന്നെ കാണുന്നതും നിങ്ങളെന്നെ കേൾക്കുന്നതും ഞാൻ നിങ്ങളുടെ സഹോദരൻ എന്ന നിലയ്ക്ക് എനിക്ക് വലിയ കാര്യമാണ്. ഞാൻ ഒരുപാട് ഇടങ്ങളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്നില്ലേ മക്കള്? നിങ്ങൾ ഉണ്ട് 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 എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ പലയിടങ്ങളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അനിയന്മാര്, എന്നെ കേൾക്കുന്ന കൊച്ചനിയന്മാരും അനിയത്തിമാരും വേടന്റെ കുറെ ദൂശീലങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക. എനിക്കിത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നു വന്നത്. ഞാൻ തിരുത്താനും എന്നെ തിരുത്തപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്നിരിക്കുന്നത്. വേടൻ എന്നൊരു വ്യക്തി പൊതു സ്വത്താണ്. നിങ്ങളുടെ ചേട്ടനും അനിയനും ഒക്കെയാണ് ഞാൻ. നിങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പൊ എന്നെ കണ്ട് ചില കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക. എന്നെ സ്നേഹിക്കുന്ന, എന്നെ കാണാൻ നിങ്ങളുടെ വിലപ്പെട്ട സമയം ചിലവാക്കിയോടെ വന്നിരിക്കുന്ന എൻ്റെ കൊച്ചനിയന്മാർക്കും അനിയത്തിമാർക്കും എൻ്റെ ചേട്ടന്മാർക്കും അമ്മമാർക്കും എല്ലാവർക്കും നന്ദി. കൊച്ചു മനസ്സിലോ ഇത്ര ഭാരം ഭാരം തനിയെ വന്നതല്ലേ നീ? ഇത്ര ദൂരം ദൂരം ആരാനും കഴിയുമോ നിനക്ക് നീതാൻ പകരം? നിന്റെ ഹൃദയത്തിനോ ഇത്ര കടലാഴം? ഈ കൊച്ചു മനസ്സിലോ ഇത്ര ഭാരം ഭാരം തനിയെ വന്നതല്ലേ നീ? ഇത്ര ദൂരം ദൂരം ആരാനും കഴിയുമോ നിനക്ക് നീതാൻ പകരം? ഒരു കാട്ടില് ഒരു കുട്ടിയാണ് അമ്മ കൂടെ സന്തോഷത്തിൽ നിർമ്മിച്ച ആകാശത്തായി പോയാൽ ആരറിയാൻ? ഒരു 100 കിളികളിൻ കൂട്ടത്തിൽ ഒരു ചിറകിൻ വേദന ആരറിയാൻ? 100 പൂക്കളിൻ തോട്ടത്തിൽ ഒരു കളയും കഥയത് ആ പറയാൻ? ജീവിതം എന്നോരോട്ടത്തിൽ വീണ് പോയവരെ ആര് നിലയ്ക്കാൻ? എന്നെ അറക്കും മഴുവേറ്റുമുള്ളതിനു മീതെ, എന്നെ അറക്കും മഴുവേറ്റുമുള്ളതിനു മീതെ തണൽ വിരിക്കും കനിയൂട്ടി പശിയടക്കും. എന്നെ എരിക്കാൻ കൊളുത്തി വിട്ട തീയിൽ ഞാൻ വിളക്കും. മരം പോലെ പല യാനത്തിനും കര തെളിക്കും. ഇരുളിൽ താഴെ പിറപ്പ്, ഇരുളിൽ തന്നെ മരിപ്പ്. ഇടയിൽ വാഴും വാഴിൽ ഞാനും വെട്ടം കാണും ഉറപ്പ്. ഇരുളിൽ താഴെ പിറപ്പ്, ഇരുളിൽ തന്നെ മരിപ്പ്. ഇടയിൽ വാഴും വാഴിൽ ഞാനും വെട്ടം കാണും ഉറപ്പ്. എന്നിട്ട് എല്ലാവരും ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തോ? എല്ലാവരും ഫ്ലാഷ് ഓൺ ചെയ്തോ മക്കളെ? എല്ലാവരും ഫ്ലാഷ് ഓൺ ചെയ്തോ? ഫോണുള്ളമാരൊക്കെ ഫ്ലാഷ് ഓൺ ചെയ്തോ? പിടിച്ചതെല്ലാം പുലിവാലിട.
പുലിവാല് പിടിച്ചെന്നാണ് ഇപ്പൊ പറയണ മക്കളെ. പിടിച്ചതെല്ലാം പുലിവാലിടാ, കാണ്ടമൃഗത്തിന്റെ തോലിടാ, അഴുക്കിൽ പിറന്നവരാണടാ, അഴിമുഖങ്ങൾ നീന്തുന്ന ആളിടാ, പകല് പറന്നങ്ങ് പോയടാ, ഇരവ് നമുക്കുള്ളതാണടാ, പദവി പണമൊന്നും വേണ്ടടാ, ഇത് ഉരുക്കു ഗുണമുള്ള തോളിടാ, കുതന്ത്രതന്ത്ര മന്ത്രമൊന്നും കുടിച്ച കള്ള് കള്ളമൊന്നും, കുതന്ത്രതന്ത്ര മന്ത്രമൊന്നും കുടിച്ച കള്ളമൊന്നും. എൻ്റെ കൂടെ പിറക്കാതെ എൻ്റെ കൂടെ പിറന്ന എൻ്റെ പ്രിയജനങ്ങളെ, കുറെ സ്നേഹം നിങ്ങൾക്ക് എല്ലാവർക്കും, കുറെ സ്നേഹം. എൻ്റെ അവസാന പാട്ടാണ് ഞാൻ പോവാണ്. അവസാന പാട്ടാണ് എൻ്റെ അവസാന പാട്ടാണ്. ഇതേപോലൊരു വലിയ വേദിയിൽ, ഒരുപക്ഷെ ഇതിനേക്കാളും വലിയ വേദിയിൽ ഞാൻ ഇതിനും 10,000-കണക്കിന് ആളുകൾ അധികമുള്ള വേദിയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് ഒരിക്കൽ കൂടി ഞാൻ പാട്ട് പാടും. ഞാൻ പാട്ടും പറച്ചിലും തുടർന്നുകൊണ്ടേയിരിക്കും. എനിക്ക് ധൈര്യമായി പുറത്തിറങ്ങാൻ പറ്റുന്നതും എനിക്ക് ധൈര്യമായി വേദികളിലേറി പാട്ട് പാടാൻ പറ്റുന്നതും നിങ്ങളുള്ള കാരണമാണ്. എനിക്ക് വാക്കുകൾ കൊണ്ട്, എനിക്കൊരു കവിത എഴുതിയാൽ പോലും തീരാത്തത്ര നന്ദിയുണ്ട് നിങ്ങളോട്. ഞാൻ ഇനിയും വരും നിങ്ങളുടെ മുന്നിൽ. അടുത്ത പ്രാവശ്യം കാണാൻ മക്കളെ. പോയിട്ട് വരാം. അപ്പോൾ പിന്നിൽ ഇവിടെ മുൻഭാഗത്ത് നിൽക്കുന്ന ആരും ഇറങ്ങേണ്ടതില്ല. ഏറ്റവും പിന്നിൽ നിന്നുള്ള ആളുകൾ പോയതിനു ശേഷം മാത്രമാണ് മുൻനിരയിലുള്ള ആളുകൾ ഇറങ്ങാൻ പാടുള്ളൂ എന്നറിയിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഇപ്പോൾ വേടൻ ഇടുക്കിയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇടുക്കിയുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി വേടൻ മടങ്ങുകയാണ്. കൃത്യമായി വഴി നൽകുക. പിന്നിലുള്ളവർ ഇറങ്ങിപ്പോയതിനു ശേഷം മാത്രമേ മുൻനിരയിൽ നിൽക്കുന്നവർ ഇറങ്ങാവുള്ളൂ എന്ന് കൃത്യമായി അറിയിക്കുന്നു. മലയോര ജനതയുടെ ആകെ സ്നേഹസ്പന്ദനങ്ങൾ ഏറ്റുവാങ്ങി, ഹൃദയാഭിവാദ്യങ്ങളെ ഏറ്റുവാങ്ങി സർക്കാർ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കഴിഞ്ഞ വേടന്റെ റാപ്പ് ഷോ കഴിഞ്ഞ് അദ്ദേഹം മടങ്ങുകയാണ്. സാമൂഹ്യ മുന്നേറ്റത്തിന്റെ നേർസാക്ഷ്യമായ ഈരടികൾ റാപ്പ് സംഗീതത്തിലൂടെ മുഴക്കി പരിവർത്തനത്തിന്റെ വാക്കുകളിലൂടെ നിങ്ങളെയാകെ കോരിത്തെരിപ്പിച്ച മലയാളക്കരയുടെ പ്രിയങ്കരനായ വേടൻ ഇടുക്കിയുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി മടങ്ങുകയാണ്. ഹർഷാരവത്തോടെ കൈകളടിച്ച് അദ്ദേഹത്തെ യാത്രയാക്കാം. ഔപചാരികമായി നന്ദി രേഖപ്പെടുത്തുന്നതിനായി അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ADM ശ്രീ ഷൈജു പി ജേക്കബ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആളുകൾ മുൻനിരയിൽ നിന്ന് മാറാൻ പാടുള്ളതല്ല. ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഈ ഹാളിന്റെ അങ്ങേറ്റത്തുള്ളവർ പോയതിനു ശേഷം മാത്രമേ ഇവിടെ നിന്ന് ഇറങ്ങി തുടങ്ങുള്ളൂ. ദയവായി പോലീസ് ഉദ്യോഗസ്ഥരും ഓൾ ഇന്ത്യ സ്വീകാര്യം ശ്രദ്ധിക്കണം. ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ ആളുകൾക്ക് തിരികെ പോകാൻ അവസരം ഉണ്ടാക്കണം. ആയിരക്കണക്കിന് ആളുകൾക്ക് വേടനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഹാളിലുള്ള പ്രവേശനം അവിടെ വെച്ച് റോഡിൽ ബ്ലോക്ക് ചെയ്തതിനാൽ ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾക്ക് ഈ കലാസന്ധ്യ ആഘോഷിക്കാനും ആസ്വദിക്കാനും കഴിഞ്ഞു. ഔപചാരികമായി നന്ദി രേഖപ്പെടുത്തുന്നതിനായി ADM ക്ഷണിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം സംഗീതത്തിന്റെ റാപ്പ് മ്യൂസിക്കിന്റെ ആസ്വാദനത്തിൽ ആറാടിച്ച വേടന് ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പേരിൽ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതിലുപരി സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ഈ സമാപന സമ്മേളനത്തിൽ എത്തിച്ചേർന്ന ഈ സമ്മേളനം വൻ വിജയമാക്കി തീർത്ത
നിങ്ങൾക്കേവർക്കും ജില്ലാ ഭരണകൂടത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പേരിൽ ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.